ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു നാരങ്ങ അച്ചാർ റെസിപ്പിയുമായിട്ടാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഇതിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 കിലോഗ്രാം ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഈ പാത്രത്തിലേക്ക് ചെറുനാരങ്ങ മുങ്ങുന്ന വിധം വെള്ളം ഒഴിക്കണം. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് വേവിക്കുക. വെള്ളം തിളക്കുന്നത് വരെയാണ് ഇതിൻ്റെ വേവ്. അങ്ങനെ ചെറുനാരങ്ങ അച്ചാറിടാൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയ ശേഷം ഓരോ ചെറുനാരങ്ങയും ഇതുപോലെ 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി നമുക്ക് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് ഇടുക. കടുക് ചൂടായി വന്നതിന് ശേഷം അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം 2 ടേബിൾ സ്പൂൺ ഉലുവ ഇടുക. എന്നിട്ട് അത് ചൂടായതിനു ശേഷം അതും പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് മാറ്റി വെക്കാം, കാരണം ഇത് ലാസ്റ്റ് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ഒരു പ്ലേറ്റിൽ ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ചതച്ചെടുക്കുക. നല്ലോണം പേസ്റ്റ് രൂപത്തിലൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാൻ മതി. ഇനി ഫ്ലെയിം ഓണാക്കി അതിലേക്ക് ഒരു കടായി വെക്കുക. എന്നിട്ട് കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് മാറി വരുന്ന വരെ നന്നായിട്ട് വഴറ്റണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് 15 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർക്കുക. അതായത് ഒരു 100 ഗ്രാമിൻ്റെ അച്ചാർ പൊടിയുടെ പാക്കറ്റാണ് വെച്ചെങ്കിൽ അതിൻ്റെ 3/4 ഭാഗത്തോളം ചേർക്കുക ഇതിലേക്ക്. കാരണം ഇത് 2 കിലോഗ്രാം ചെറുനാരങ്ങ അച്ചാർ നമ്മൾ ഇടാൻ പോകുന്നത്. പിന്നെ 1 കിലോന്ന് വെച്ചെങ്കിൽ അതിൻ്റെ പകുതി എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. മുളക് പൊടി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, അത് കാരണമാണ് അച്ചാർ പൊടി കുറച്ച് കൂടുതൽ ചേർത്തത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി പൊടികളൊക്കെ മൂത്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം 2 കപ്പ് വിനെഗർ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. ഇനി വിനെഗറും മസാലപ്പൊടികളൊക്കെ ചേർത്തുള്ള ഈ മിക്സ് നന്നായി ഇളക്കി വേവിക്കുക. വെന്ത് തിളച്ച് വരുമ്പോൾ പുഴുങ്ങി നുറുക്കി വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വിനെഗർ കുറവായത് കാരണം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വേവിക്കുക. ചെറുനാരങ്ങ ഇതിൽ കിട്ടുന്ന സെറ്റായ ശേഷം ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള കടുകിൻ്റെയും ഉലുവയുടെയും മിക്സ് ചേർക്കാം. ഈ പൊടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ കഴിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻ്റ് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.